ഈ ദൈവത്തോടുള്ള വിശ്വാസമൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഈ തീർത്ഥവും പ്രസാദമൊക്കെ ആയിട്ട് എന്റെ മുമ്പിൽ വരാറില്ല. ഓ, ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ഹേയ് കം ഓൺ, ഒരിക്കലുമില്ല. ഐ ലൈക്ക് ഇറ്റ്. എന്താന്ന് വെച്ചാ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം താൻ എന്നെ ഓർത്ത് അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നില്ലേ. അത് ചെറിയ കാര്യമല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരി ശിവാനി, താങ്ക് യു ഫോർ യുവർ കൺസേൺ. ത്രിവിക്രം, നാളെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോ വീട്ടിലേക്ക് വാ, ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. കൂടി കാത്തിരിക്കാം. ഇത്രയും പെട്ടെന്ന് മാറ്റങ്ങളൊന്നും മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. അതെ, നീ പറഞ്ഞത് ശരിയാണ് നീലി. നോക്കാം. എന്തായാലും നാളെ അവൻ വീട്ടിലേക്ക് വരുമല്ലോ. അവൻ വീട്ടിലേക്ക് വന്നാൽ എന്തേലും പ്രശ്നം ഉണ്ടാവോ? വന്നില്ലെങ്കിലാണ് കൂടുതൽ പ്രശ്നം. ആ രണ്ടുപേരിൽ ആരാണ് യഥാർത്ഥ ആദിശേഷൻ എന്ന് കണ്ടുപിടിക്കുന്നതിനായി എന്താ ഇത്ര തടസ്സങ്ങൾ ഉണ്ടാവുന്നത് മഹാദേവ? എന്ത് ചെയ്യാനാ ഞാൻ? ശിവാനി, ഇത്തവണ നമുക്ക് എന്തായാലും സത്യങ്ങൾ മനസ്സിലാവും. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചത്? അത് സ്വപ്നമായിരുന്നോ സത്യമായിരുന്നോ? ഒന്നും മനസ്സിലാവുന്നില്ല. സത്യമാകാതിരുന്നാ മതിയായിരുന്നു. ആ സമയത്ത് എന്റെ ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. അതോ മരിച്ചിട്ട് പുനർജനിച്ചതാണോ? മരണത്തിന്റെ വാതിൽപ്പടി വരെ എത്തി. കണ്ണു തുറന്നപ്പോ ഒന്നും കാണുന്നില്ല. ഞാൻ ശരിക്കും മരിച്ചതാണോ അതോ മരിച്ചിട്ട് പുനർജനിച്ചതാണോ? മരണത്തിന്റെ വാതിൽപ്പടി വരെ എത്തി. കണ്ണു തുറന്നപ്പോ ഒന്നും കാണുന്നില്ല. ഇതെന്തൊരനുഭവം? ഇത് നാഗമാണിക്യം എനിക്ക് തിരിച്ചു തന്ന മറ്റൊരു ജീവിതമായിരിക്കും. എന്റെ ശരീരത്തെ ഏതോ ഒരു ദിവ്യശക്തി സ്വാധീനിച്ചതുപോലെ. ഇതിനൊക്കെ എന്തായിരിക്കും കാരണം? ഒരു നാഗം പടം പൊഴിച്ചിട്ട് പുതിയ രൂപം പ്രാപിക്കുന്നത് പോലെ എന്റെ ശരീരത്തിനും എന്തോ പുതിയൊരു ഉന്മേഷം കിട്ടിയിരിക്കുകയാണ്. അത് ശരിയാവില്ല. ഇതിനു മുമ്പ് ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. വെറുതെ എന്തിനാ അവന് നമ്മുടെ മേലൊരു സംശയം ഉണ്ടാക്കുന്നത്? നോക്കാം. അവനെന്തായാലും വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ? ഹായ് ശിവാനി. ഞാനോ? എങ്ങനെ? ഇന്നലെ താൻ എനിക്ക് തീർത്ഥം തന്നില്ലേ, അത് ഞാൻ കുടിച്ച ശേഷം ഭയങ്കരമായിട്ട് റിലാക്സ് ആയി. എന്തൊരു ഉറക്കാരെന്നറിയോ? രാവിലെ 10 മണി എഴുന്നേറ്റപ്പോ. ആണോ? അതെ ശിവാനി, അതെന്ത് മാജിക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവനൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇവരിൽ ആരാണ് യഥാർത്ഥ ആദിശേഷൻ? ഒറ്റൊരു വഴിയുള്ളൂ, കല്യാണം. എനിക്ക് എത്രയും പെട്ടെന്ന് ശിവാനിയെ കല്യാണം കഴിക്കണം. അവർ ജീവിക്കാനിടയില്ലെങ്കിലും എൻ്റെ പ്രണയവും അതോടെ ഇല്ലാതാവാൻ അനുവദിക്കരുത്. ഇല്ല, ഈ വിഷയം ഞാൻ എത്രയും പെട്ടെന്ന് ശിവാനിയെ അറിയിക്കണം. ഞാൻ ശിവാനിയെ വിവാഹം കഴിക്കും. അവള് ജീവിക്കുന്ന അത്രയും കാലം സന്തോഷമായിട്ടിരിക്കട്ടെ. അവൾക്ക് ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാ ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാവും. എന്താടാ,
നീ കെട്ടാൻ പോകുന്ന കുട്ടി എനിക്ക് മകള് തന്നെയാ. അല്ല, നീ ഇങ്ങനെയൊന്നും ചോദിക്കാറുള്ള ആളല്ലല്ലോ. എന്താ പ്രശ്നം? ഒന്നുമില്ല അച്ഛാ, ഞാൻ ഒരു കവിത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫീൽഡിൽ ചോദിച്ചതാ, വേറൊന്നുമില്ല. തല്ല് കിട്ടും നിനക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ. ഒന്നുമില്ല അച്ഛാ, ഞാൻ ഒരു കവിത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫീൽഡിൽ ചോദിച്ചതാ, വേറൊന്നുമില്ല. തല്ല് കിട്ടും നിനക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ. നാഗലോകത്ത് വെച്ച് കാണാം. ആ ശിവാനി, തൃശൂലാണ് ആദിശേഷൻ എന്ന സൂചന വെച്ച് അവന് പഴയ ഓർമ്മകൾ വല്ലതുമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്ക്. ശരി നാഗമാത, ഞാൻ അവനെ ഇപ്പോൾ തന്നെ കണ്ടോളാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നന്നായി വരട്ടെ. നിന്റെ പ്രയത്നത്തിന് ഫലം കാണേണ്ടത് നമ്മുടെ നാഗലോകത്തിന്റെ മൊത്തം ആവശ്യമാണ്. ഞാൻ പോയി വരട്ടെ. അന്ന് അവിടെ വെച്ച് സംഭവിച്ചതുപോലെ ഇന്നലെ ഇവിടെ സംഭവിക്കുന്നതെല്ലാം നല്ലതല്ലേ? ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ കാര്യത്തിന് ഇതൊരു ചെറിയ പ്രിപ്പറേഷൻ മാത്രമായിരിക്കാം. മുതലാളി, നമ്മൾ പോയി ഈ വിവരം ഗുരുവിനെ മറ്റും അറിയിക്കണോ? ആദ്യം ഞാനും അങ്ങനെ വിചാരിച്ചതാ, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് തീരുമാനിച്ചു. ഇനി ഇങ്ങനത്തെ അനുഭവം വല്ലതും ഉണ്ടായാ തീർച്ചയായും പറയാം. മുതലാളി, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും മുതലാളിയുടെ ഒപ്പം ഉറപ്പായിട്ടുണ്ടാവും. ഈ ലോകം മുഴുവൻ എനിക്കെതിരായാലും നീ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാ നന്ദിച്ച. ലെറ്റ്സ് സീ. വാ. വിചാരിച്ചത് എന്തായാലും വെറുതെ അല്ല മേഡം. ആരും മറ്റുള്ളവരെ ഒന്നും ഒരാവശ്യമില്ലാതെ ഒന്നല്ല കാണുന്നത്. ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇനിയൊരാൾ അപ്രതീക്ഷിതമായി എതിരെ വരുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഒരു കാരണം ഉണ്ടാവും മേഡം. മേഡം ചിലപ്പോ പറയും, അതായത് പ്രപഞ്ചത്തിലെ എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണെന്ന്. ആദ്യം ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. പക്ഷെ അങ്ങനെയല്ല മേഡം. നമ്മുടെ ഉള്ളിൽ ചിലപ്പോ ചിലത് വല്ലാതെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അവസാനം നമ്മളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോ. അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ. ഞാൻ ആരാ, നീ ആരാ, ആരാണ് നമ്മൾ, എന്താണ് നമുക്കിടയിൽ ബന്ധം, ഇതൊന്നും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മറ്റത്തിലുള്ള അങ്ങനെ ഒരു നല്ലൊരു അവസരം ഉണ്ടല്ലോ, നമ്മളത് ഉപയോഗിക്കാറേയില്ലെന്നേ. അതൊരു ഫീലിങ്സ് തന്നെ മാഡം. അത് ശരിക്കും എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും തോന്നില്ല. അതൊരു തരം ആത്മബന്ധം തന്നെയാ. ശരിക്കുള്ള കണ്ണ് അടങ്ങിയിരിക്കുമ്പോ അകക്കണ്ണ് മെല്ലെ തുറക്കും. അപ്പൊ ഈ മനസ്സൊരു പ്രത്യേക ദിശയിലേക്ക് സഞ്ചരിക്കുന്ന പോലൊരു തോന്നൽ വരും. ഇപ്പൊ ഞാനും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എനിക്കറിയാം മാഡം എന്റെ അവസ്ഥയിലല്ലെന്ന്, ഇങ്ങനൊരു മാനസികാവസ്ഥയിലും അല്ല. അത് ചിലപ്പോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല മാഡം. അടിപൊളിയായിട്ട് പോകുന്ന ബന്ധങ്ങളൊക്കെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടാ? അവർക്കിടയിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന കാരണം കൊണ്ടല്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവര് രണ്ടാളും ഒറ്റക്കെട്ടായി അതിനെ നേരിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാരണം കൊണ്ടാണ്. അവര് രണ്ടാളും പരസ്പരം തോളോട് തോൾ ചേർന്ന് പരസ്പരം നോക്കിക്കോളുന്നുള്ള കാരണം കൊണ്ടാ. എന്താ ഇങ്ങനെ ഇവൻ ഈ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്ന എന്ന് ചിന്തിക്കായിരിക്കുമല്ലേ? ഇല്ല മാഡം, വെറും സംസാരമല്ല ഇത്, പ്രവൃത്തി കൊണ്ട് മനസ്സിലാവും. ഇത് വെറും പ്രോമിസ് ഒന്നുമല്ല, പ്രൂവ് ചെയ്ത് കാണിക്കും ഞാൻ ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. പക്ഷെ ഏതൊരവസ്ഥയിലും കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ചേർന്ന ഒരാളാണോ ഞാൻ എന്നെനിക്കറിയില്ല. പക്ഷെ മനസ്സൊന്ന് വിഷമിച്ചെന്ന് ഞാൻ അറിഞ്ഞ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെ എല്ലാവരും ജനിക്കും, മരിക്കും, മരണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണോ വേണ്ടത് മാഡം? ഞാൻ ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. പക്ഷെ ഏതൊരവസ്ഥയിലും കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ചേർന്ന ഒരാളാണോ ഞാൻ എന്നെനിക്കറിയില്ല. പക്ഷെ മനസ്സൊന്ന് വിഷമിച്ചെന്ന് ഞാൻ അറിഞ്ഞ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ കാണാൻ എവിടേക്ക് വന്നാ അതിനർത്ഥം മാഡം സമ്മതിച്ചെന്നായിരിക്കണം. ഇല്ലെന്നാണെങ്കിൽ ഞാൻ
അപ്പം മനസ്സിലാക്കിയെടുത്തോളാം. ആ പിന്നെ വേറൊരു കാര്യം മാഡം, ഞാൻ മാഡത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്തി വെക്കില്ല. പക്ഷെ മറ്റൊരു ഉറപ്പ് ഞാൻ പറയാം, മാഡത്തിന് ഒന്നും സംഭവിക്കാത്ത പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. അതെന്റെ വാക്കാ. ആ ശക്തി നിന്നെ തിരിച്ചറിഞ്ഞുവെന്നർത്ഥം. എന്തു മായാന്നറിയില്ല, മനസ്സിലാകുന്നേയില്ല. പ്രാണൻ പോയിന്നാ കരുതിയത്, ഒരു കണക്കിനാ ഓടി ഇങ്ങോട്ട് വന്നത്. ഗുരുക്കളെ, അങ്ങേക്ക് വേണ്ടി ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണത്? ഇത് ശിവാനി ഉപയോഗിച്ച ഗ്ലാസ് ആണ്. ഇതിൽ അവള് ഒരുപാട് തവണ സ്പർശിച്ചതാണ്. കൊള്ളാം, കൊള്ളാം. നല്ലൊരു കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. ഓം ആകർഷയാകർഷയ, ഓം ആകർഷയാകർഷയ. അവിടേക്ക് പോകുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. നീ ചെയ്തത് തന്നെ തുടരുക. ശിവാനിയുടെ വീട്ടിലേക്ക് പോയി ഒന്നും അറിയാത്ത പോലെ ജോലിയിൽ തുടരുക. പിന്നീട് അവിടെ നിന്ന് എന്ത് ലഭിച്ചാലും കൊണ്ടുവരിക. അതിനിടയിൽ അവരുടെ പിന്നിലുള്ള ശക്തി ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഗുരുക്കളെ, നാം ഇപ്പോൾ തന്നെ ദിഗ്വിജയനെ ഈ കാര്യം അറിയിക്കണ്ടേ? വേണ്ട, അതറിഞ്ഞാൽ അവരിനിയും ഭയപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ സത്യങ്ങളും പൂർണ്ണമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ദിഗ്വിജയനെ അറിയിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ ഗുരുക്കളെ. ഇപ്പോ ഈ തൃശൂലും അതേപോലെ തന്നെയാ. അവൻ തന്നെയാണ് ആദിശേഷൻ എന്നതിൽ എനിക്കിനി ഒരു സംശയമില്ല. ഇനി നീ എന്താ ചെയ്യാ? അവൻ പറഞ്ഞതിനൊക്കെ സമ്മതം കൊടുക്കുവാണോ? നാഗമാതയും പറഞ്ഞത് തൃശൂലായിരിക്കും ആദിശേഷൻ എന്ന് തന്നെയല്ലേ? അതുപോലെ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. അവനെ അടുത്തെറിഞ്ഞ് സത്യം എന്താണെന്ന് അറിയാൻ നോക്കാം. അതെ, അതും ശരിയാ. ശിവാനി, നീ അവന്റെ മനസ്സിൽ ഒരിടം നേടിയിട്ട് അവനെ ചേർത്ത് നിർത്തി സ്നേഹിച്ചു നോക്കൂ. അപ്പൊ നിനക്കെല്ലാം മനസ്സിലാവും. ശൂരനും ഇപ്പോഴും അയാളെ നിരീക്ഷിച്ചോണ്ടിരിക്കുക. ഇതുവരെ ആ സാംബശിവനെ കാണാൻ അവിടെ ആരും വന്നിട്ടില്ല. തൃശൂരിന്റെ ആ നിസ്വാർത്ഥമായ പ്രണയം നമുക്ക് എന്തായാലും വഴികാട്ടിയാകും. അവൻ തന്നെയാണ് ആദിശേഷൻ. നാളെ അവിടെ ചെന്ന് ഞാൻ എന്റെ പ്രണയം അവനെ അറിയിക്കുന്നില്ലേ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു ജീവിതം ആരംഭിക്കും. ശരി ശിവാനി, ആ ഒരു അവസരം എല്ലാവരുടെയും നല്ലതിനാവട്ടെ. എന്തത്? ഏത് പാട്ടത്? ശിവാനി എന്താ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത്? ശിവാനിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? ഞാനെന്താ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? ശിവാനി എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ എന്റെ സ്വപ്നത്തിൽ വന്ന കാര്യം ശരി. പക്ഷെ അവൾ ഇങ്ങനൊരു വേഷത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. പക്ഷേ അയാളേതാ? അയാളെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ലല്ലോ. എന്റെ സ്വപ്നത്തിൽ എങ്ങനെ വന്നു? ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവൾ ഉള്ളിടത്തോളം കാലം എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നൊരു മോഹമുണ്ട്. അവളും അതൊക്കെ സമ്മതിച്ച് അവിടെ വന്നിട്ടുണ്ടാവും എന്നൊരു തോന്നലുണ്ട്.
ആ തോന്നല് സത്യമായ മതി. പ്ലീസ്. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. തൃശ്ശൂർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാനും അതെ. അവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്നതിൽ ഇനി ഒരു സംശയവും വേണ്ട. ഇന്ന് തന്നെ എന്റെ പ്രണയം അവനോട് തുറന്നു പറയണം. അതെ, എന്റെ ആദിശേഷനാണല്ലോ. ആദിശേഷാ! ഇനി അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്റെ ഹൃദയം എന്നോട് കളവ് പറയില്ലല്ലോ. അമ്പലത്തിൽ പോയതുകൊണ്ട് ലേറ്റ് ആയി പോയല്ലോ. സാരമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ആ ദൈവം തന്നെ ഒരു വഴി കാണിച്ചു തരും എനിക്ക്. അല്ല, എന്റെ പ്രണയം എനിക്കുള്ളതാണെന്ന് തലയിൽ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു വന്നാലും ശരി, ആ പ്രണയം എന്റേത് മാത്രമായിരിക്കും. അതാര് തന്നെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയാലും നടക്കില്ല. അല്ല, ഇതെന്താ സംഭവം? കറക്റ്റ് അവരെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആളെവിടെ പോയി? അതെന്തായാലും കണ്ടുപിടിക്കണമല്ലോ. ഇവരെങ്ങാനും ആ മുത്തശ്ശിനെയാണെങ്കിൽ എന്റെ അച്ഛനെ സ്വന്തം അമ്മയെ തിരിച്ചിട്ടില്ലേ? അച്ഛനും മുത്തശ്ശിയോടുള്ള എല്ലാ വിരോധവും മാറിക്കിട്ടുകയും ചെയ്യല്ലോ. ഓ, അവർ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നതാണോ? ആദ്യം അവരെവിടെ പോയെന്ന് നോക്കട്ടെ. സമയത്ത് താരത് കേട്ടോണ്ട് വരുന്ന എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ശരിക്കും ഈ പാട്ട് എന്റെ സ്വപ്നത്തിൽ കേട്ടതാ. എന്താ, നിങ്ങളുടെ സ്വപ്നത്തിലോ? ആ, സ്വപ്നത്തില് പാട്ട് മാത്രമല്ല, താനും ഉണ്ടായിരുന്നു. പറ, എന്ത് സ്വപ്നം കണ്ടത്? ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. താൻ പഴയ കാലത്ത് പടങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഹിസ്റ്റോറിക്കൽ മിത്തോളജിക്കൽ മൂവീസ് ഒക്കെ അതുപോലെ ഉണ്ടായിരുന്നു ശരിക്കും. കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. എന്റെ ഡാഡി നെക്സ്റ്റ് മന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഡാഡ്, ഞാൻ വരച്ചതൊക്കെ ശിവാനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതൊന്ന് കാണാൻ വേണ്ടി വന്ന. ശിവാനി എന്റെ മോൻ നന്നായിട്ട് പെയിന്റ് ചെയ്യും കേട്ടോ. അവൻ ആകെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ കാര്യത്തിൽ. അവന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയും അത് തന്നെ. അറിയില്ലായിരുന്നു. എനിക്കും അതങ്ങോട്ട് വിശ്വസിക്കാനായില്ല. എന്റെ ബിസിനസ്സുകളൊക്കെ കൈവിട്ടിട്ട് ഇവൻ ഈ പെയിന്റിങ് പ്രൊഫഷൻ ആക്കുമെന്ന ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ പേടി. അങ്ങനെ ഒന്നുമില്ല ഡാഡ്, ഇതെന്റെ വെറും ഹോബിയല്ലേ. ശിവാനി അകത്തേക്ക് വാ. ലെറ്റ്സ് ഗോ. ഓക്കെ. പിന്നെ അയാളുടെ മുഖം പെട്ടെന്ന് വരച്ചു കാണാൻ തനിക്ക് എന്താ ഇത്ര ക്യൂരിയോസിറ്റി? എന്റെ ആഗ്രഹത്തിന് നിങ്ങൾ തന്നെ കാരണം ത്രിവിക്രം. സ്വപ്നത്തില് നിങ്ങൾ എന്നെ കണ്ടെന്നല്ലേ പറഞ്ഞത്? അതുപോലെ എന്റെ കൂടെ വേറെ ആരും ഒരാളും കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ സ്ഥലം വളരെ സുന്ദരമായിരുന്നു. ഞാൻ അതില് വേറൊരു വേഷത്തിലായിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്? ആഗ്രഹം തോന്നാൻ ഇതൊക്കെ തന്നെ പോരെ? അത് കറക്റ്റ് ശിവാനി. ഞാൻ അവരെ കണ്ടെന്ന് വെറുതെ പറയുന്നതല്ല. ഞാൻ അവരെ തന്നെ കണ്ടത്. എവിടെ വെച്ച് കണ്ടു? അത് നീലിമലക്കാടില്ലേ, അവിടെ വെച്ച കണ്ടേ. നീലിമലക്കാട്? എന്തിനാണ് അങ്ങോട്ട് പോയത്? അത് പിന്നെ അച്ഛ, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയതാ. ഒക്കെ നിന്റെ വെറും. എപ്പോഴും മുത്തശ്ശിയുടെ കാര്യം തന്നെയല്ലേ നീ ഓർക്കുന്നത്? അതുകൊണ്ട് ചിലപ്പോ തോന്നിയതായിരിക്കും. ഇല്ലച്ചാ,
അവിടെ ആ വഴിയിൽ മുത്തശ്ശിയെ കണ്ട ശേഷം പെട്ടിയിലുള്ള ഫോട്ടോ നോക്കി കൺഫേം ചെയ്തിട്ട് അച്ഛനോട് ഞാനീ പറയുന്നത്. എന്ത് പെട്ടിയിലോ? എപ്പ കണ്ടു? ഇപ്പൊ തന്നെ കണ്ടേ. ഇപ്പോഴോ? നീ വന്നേ. ശരിക്കും ഇവൻ സ്വപ്നത്തിൽ ആദിശേഷനെ തന്നെയായിരിക്കോ കണ്ടിരിക്കുക? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോവുകയാണോ? അല്ല മോനെ, നീ എപ്പോഴും ഇങ്ങനെ മല, പുഴ അതുപോലുള്ള ചിത്രങ്ങളല്ലേ വരച്ചോണ്ടിരുന്നത്? ഇപ്പൊ ദേ മഹാരാജാന്റെ ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്റെ അങ്കിളെ. അങ്കിളൊന്ന് പുറത്തു പോകുന്നുണ്ടോ? അതെയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, പോയേക്കാം. ഞാൻ പോയേക്കാം. ഓ, നടക്കട്ടെന്നേ, നടക്കട്ടെ. മോൻ വരച്ചോ. എന്താ ശിവാൻ ഇതുവരെയായിട്ടും വരാത്ത? ഇനി വന്ന് നോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ടാവോ? ചാൻസേ ഇല്ല. ഞാൻ നേരത്തെ വന്നതല്ലേ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പൊ ഞാൻ വന്നത് വെറുതെ ആയോ? ഞാൻ മുത്തശ്ശിയെ കണ്ടപ്പോ വീട്ടിലൊന്ന് പോയിട്ട് വന്നു. ഇനി ഞാൻ എത്താൻ ലേറ്റ് ആയോ? അതോ മുത്തശ്ശിയെ കണ്ട കാരണം ഇങ്ങനെ ആയിപ്പോയതാണോ? അല്ല, ഞാനിവിടെ ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എന്തായിരിക്കും? ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോ എങ്ങനെയുണ്ട് ഞാൻ വരച്ച പടം? നന്നായിട്ടില്ലേ? വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ മറ്റേയാള്... ഓ, തനിക്ക് അയാളുടെ രൂപം കൂടി ഒന്ന് കാണുന്നുണ്ടല്ലേ? അതെ. ഒരു 5 മിനിറ്റ് ശിവാനി, ഞാനിപ്പോ വരച്ച് കാണിച്ചു തരാം. അവിടെ ഇരുന്നോ? കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ശിവാനി, ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ചുമ്മാ ഒരാൾ നിർത്തി ബോറടിപ്പിക്കുന്ന ഇഷ്ടമല്ല. അവിടെ ഇരുന്നോളൂ പ്ലീസ്. ശരി. ഇവൻ വരയ്ക്കുന്ന ചിത്രം ആദിശേഷന്റെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സന്തോഷിക്കണോ അതോ ദുഃഖിക്കണോ? മഹാദേവ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണം. താങ്ക്സ്. ഞാൻ പോയിട്ട് വരാം. പോവാണോ? ശിവാനി, ശിവാനി, ഒരു മിനിറ്റ്. ഞാൻ വരച്ചത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ശിവാനിക്ക് സന്തോഷാണോ ഉണ്ടായത് അതോ ടെൻഷനാണോ? എന്താ ചെയ്യപ്പേ? ഞാൻ ലേറ്റായി എത്തിയോണ്ട് മാത്രം അവൾ മടങ്ങി പോകുന്നതായിരിക്കും. അതെ, അത് തന്നെ സത്യം. പിന്നെ അവൾ എനിക്ക് വേണ്ടി മാത്രം അവിടെ വന്ന് കാത്തു നിന്നിട്ട് ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയെങ്കിൽ
തെറ്റ് എന്റെ തന്നെയല്ലേ, സോറി പറഞ്ഞേക്കാം. ഒരുപക്ഷെ അവളവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇല്ല, എന്തായാലും ശരി, സംസാരിക്കണം. ശിവാനി മാഡം എവിടെയാ? ശിവാനി നിന്നെ തിരക്കി അങ്ങോട്ട് വന്നല്ലോ. ആണോ? എന്നെ കാണാനായിട്ട്? സത്യമാണല്ലോ. തൃശൂർ, നിങ്ങൾ വെറുതെ പറ്റിക്കാൻ പറയുന്നതല്ലേ? നോക്ക്, കളിപ്പിച്ചതൊക്കെ മതി. ഇത്രയും വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. ശിവാനി എവിടെ? ഇല്ല, ഞാനിത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല. ശിവാനി ഇവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടാവും. അതാ ഇവിടെ വന്ന് വെറുതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം, ശിവാനി മാഡം അകത്തെങ്ങാനുണ്ടോ? ഇത് കാലി ഗ്ലാസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചസാര വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് തന്നോ നിങ്ങള്? ഇല്ലല്ലോ, അതുകൊണ്ടാ കാലി ഗ്ലാസ് കൊണ്ടുവന്നത്. ഓ അത് ശരി, ഞാനത് ഓരോ തിരക്കിനിടയിലും മറന്നുപോയതാ. മുതലാളിയുടെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചിട്ടോ. എന്റെ ഗതി എന്നും ഇത് തന്നെയാ. എന്തൊക്കെ ചോദിച്ചാലും മുതലാളിയുടെ വീട്ടിൽ ചെന്ന് ഇരക്കാനാണ് എന്നോട് പറയുന്നത്. മകൻ വളർന്നു വലുതായി, എന്നിട്ട് നിങ്ങൾ മാറുന്നില്ലല്ലോ. എടി മധു, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ മുതലാളിയാ. അവരുടെ ഭിക്ഷയായി കാണുന്നൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കണ്ടേ? ഈ വീട്ടിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് തരാറില്ല. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാന്നേ. നിങ്ങളുടെ അമ്മ അവിടെ നിന്ന് വീട്ടിലേക്ക് വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ നോട്ടം കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയിന്നേ. ആ തൃശ്ശൂൽ ഓരോന്ന് പറയുന്നത് കേട്ട് നീയും വെറുതെ അതിന് പിന്നാലെ നടക്കണോ? നോണ പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങളുടെ അമ്മയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും എന്ന് അറിഞ്ഞിട്ടും ഞാൻ അവരെ കണ്ടതുകൊണ്ടല്ലേ നിങ്ങളോട് വന്ന് പറഞ്ഞത്. അവരവിടെ നിന്ന് വീട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ആ തള്ള മരിച്ച് മണ്ണടിച്ചിട്ട് വർഷം എത്ര കഴിഞ്ഞെന്നറിയൂ? ആലോചിച്ചിട്ട് സംസാരിക്കണം. ഇനി തൃശ്ശൂല് വരുമ്പോ അവന് ഓതി കൊടുക്ക്. തന്നെ കയറാൻ നിൽക്കുന്ന കുരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന പോലെ. മര്യാദക്കിരുന്ന എല്ലാവർക്കും കൊള്ളാം, ഇല്ലേ പിടിച്ച് മെന്റൽ ഹോസ്പിറ്റലിൽ ഇടും ഞാൻ. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ നിങ്ങളുടെ അമ്മയെ കണ്ടു എന്ന് പറഞ്ഞ സത്യം തന്നെയാ. അതുകൊണ്ട് തന്നെയാ നിങ്ങളോട് ഒന്ന് പറഞ്ഞത്. പോയി നിന്റെ പണി നോക്ക്. ഇത്രയും വ്യക്തമായിട്ട് ചിത്രം വരയ്ക്കാൻ എങ്ങനെ സാധിക്കും? ഞങ്ങളുടെ പാട്ട് അവൻ ഇത്ര മനോഹരമായി പാടുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് ആദിശേഷൻ എന്ന് പറയാൻ എനിക്ക് വേറെ കാരണങ്ങളൊന്നും വേണ്ട നീലി. ഇതൊക്കെ എന്താണ് ശിവാനി? ആ പാട്ട് ഞങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല നീലി. അങ്ങനെയാണെങ്കിൽ ത്രിവിക്രമനാണ് അതിശേഷൻ. നിന്നെ അത് അറിയിക്കാനാണ് വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? മനസ്സിലായില്ലേ? ഇറങ്ങി പോകാനല്ലേ പറഞ്ഞേ? കരുതി വെച്ചതാണ്. ഒരു കാരണവശാലും ഇത് കൈമോശം വരാൻ പാടില്ല. ഇതെങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടാൽ ആദിശേഷനെ കണ്ടെത്തുക എന്നത് ദുർഘടമായിരിക്കും. ആദിശേഷൻ ആരാണെന്ന് കണ്ടെത്തുന്നതിന് ഇത് മാത്രമായിരിക്കും ഏകമാർഗം. ആയിക്കോട്ടെ ഗുരുദേവ. ശരി, നിങ്ങൾക്കിപ്പോൾ പോകാം. ശരി ഗുരുദേവ. ശുഭമായിരിക്കട്ടെ. ചെയ്യണമെന്ന് വെച്ചാ രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്ന എന്താ അർത്ഥം? അളിയന്റെ മോൻ വരച്ചത് എന്താണെന്ന് കണ്ടോ? ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? വെറുതെ ശല്യം ചെയ്യാനായിട്ട്. ഞാൻ അപ്പുറത്തോട്ട് ഞാൻ പോകും. നടക്കട്ടെ അളിയ, അവിടെ വെച്ചേക്കാം, നോക്കിയാ മതി. ശരി, അളിയ മറന്നു പോകാതെ നോക്കണേ. ഇങ്ങനെ വെച്ചാ ആരും കാണില്ല. ഒരു കാര്യം ചെയ്യാം,
അടിയിൽ വെക്കുന്നത് നല്ലത്. ഇനി അളിയൻ ഉറപ്പായിട്ടും കാണും. ആവുന്നത്ര വേഗം കാര്യം നടത്തി നമുക്കിവിടുന്ന് തിരിച്ചു പോണം. വാ. എനിക്ക് ഇനിയും എന്തോ തെളിവ് ലഭിക്കും പോലെ. എന്തായിരിക്കും അത്? നോക്കാം, തിരക്ക് വേണ്ട. എന്താ നന്ദീശ, ഒരൊറ്റ ഒരെണ്ണത്തിന് ഉത്തരവാദിത്വമില്ല. ഇഡിയറ്റ്സ്. ആ ലാപ്ടോപ്പും ഫയൽസും ഇങ്ങ് എടുത്തോണ്ട് വാ. അതല്ല മുതലാളി, ഇതൊന്ന് നോക്കി. ഇത് ത്രിവിക്രമൻ വരച്ച ചിത്രമാണല്ലോ. ഇതെങ്ങനെ സാധിക്കും? എന്താ ഇത്? ശിവാനി, നിന്റെ മുന്നിൽ വെച്ചല്ലേ ഞാനിതവിടെ വെച്ചത്. അതിപ്പോ എവിടെയെങ്ങും കാണുന്നില്ല. അതെവിടെ പോകാനാ സാധ്യത? കണ്ടഹാരം നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താകും നീലി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവാനി. ഗുരുദേവൻ പിന്നെയും പിന്നെയും കണ്ടഹാരം നല്ലോണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. പക്ഷെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ശിവാനി, നമ്മുടെ വീട്ടുജോലിക്കാരി എങ്ങാനും. സുരേഖ, വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ. പൂക്കളും വെള്ളച്ചാട്ടവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലം. അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാനത് വരച്ചത്. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട് നിന്റെ പെയിന്റിംഗ്. താങ്ക് യു ഡാഡ്. നാഗലോകത്തിന്റെ സ്വപ്നം ത്രിവിക്രമൻ എങ്ങനെയാ കണ്ടത്? അതെങ്ങനെ ഇവന്റെ സ്വപ്നത്തിൽ വന്നു? ഇവൻ പറയുന്നൊക്കെ സത്യമായിരിക്കുമോ? എന്താ വെച്ചാ ഞങ്ങളല്ലേ അവനെ കൊന്നത്. എന്തായാലും ഗുരുക്കളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം.